ഹായ് സ്റ്റുഡൻസ്, മെട്രിക്സ് തിയറിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാമിന് മസ്റ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിറ്റർമിനൻസിന്റെ ഒരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു മെട്രിക്സ് തന്നു, ആ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇതൊരു മെട്രിക്സ് ആണെങ്കിൽ ഈ മെട്രിക്സിനെ നമ്മൾ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാ നമ്പറിനെയും എന്ത് ചെയ്യും, ആ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഓൾറെഡി നമുക്ക് എയുടെ ഡിറ്റർമിനന്റ് അറിയാമെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെ എ എന്ന് പറയുന്നതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കെ എന്ന് പറയുന്ന നമ്പറിന്റെ റേസ് ടു എൻ, അതായത് എൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കെ എയുടെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാണ്, കെ എന്ന് പറയുന്ന നമ്പറിന്റെ nth പവർ കാണും, ആ മെട്രിക്സിന്റെ ഓർഡർ എന്താണോ അത്രയും പവർ കാണും. അതിനുശേഷം എന്ത് ഡിറ്റർമിനന്റ് ഓഫ് എ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക, സ്ക്യൂ സിമെട്രിക് ഡിറ്റർമിനന്റ് ഓഫ് ഓഡ് ഓർഡർ വാനിഷസ്. അങ്ങനെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണ്, അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്, സ്ക്വയർ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണ്, അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആണെന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതേപോലെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ സ്ക്വയർ മെട്രിക്സിന്റെ, അതായത് എന്താണ്, സ്ക്വയർ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആവും. അപ്പൊ എന്താണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഓർഡർ ഈവൺ ഓർഡർ ആണെങ്കിൽ, അതായത് 2/2 അല്ലെങ്കിൽ 4/4 അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും എന്ത് ചെയ്യാവോ, പെർഫെക്റ്റ് സ്ക്വയർ മാത്രമേ ആവൂ. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. സ്ക്യൂ സിമെട്രിക്കിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഇനി ഒരു മെട്രിക്സിന്റെ റാങ്ക് ആണ് നമ്മൾ പറയുന്നത്. റാങ്ക് കാണാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ റാങ്ക് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യണം, ഒരു മെട്രിക്സിന്റെ തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ എന്ത് ചെയ്യുക, റാങ്ക് കാണാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ അതിന്റെ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് കാണും. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇതിന്റെ ഓർഡർ 3/3 ആണ്. അപ്പൊ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും, റാങ്ക് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് കാണുന്നു. എങ്ങനെയാ കാണാം, 1 ഇൻറ്റു, ഓക്കെ, ഈ റോയും ഈ കോളും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാണ്, 3 × 2 എന്താണ് 6 മൈനസ് 4 × 2 8 ആണ് വരിക. പിന്നെ അതുപോലെ എന്ത് അടുത്തത് -2, ഈ റോയും ഈ കോളും ഈ റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ 4 മൈനസ് 0 എന്ന് വരും. പിന്നെ എന്താണ് +3 ഇൻറ്റു എന്താണ്, ഈ റോയും ഈ കോളും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് വരും, നേരത്തെ നമ്മൾ ചെയ്തു ഇത് ഒഴിവാക്കി 4 - 0. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ്, 4 മൈനസ് അഗെയിൻ എന്താണ് 0 ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ -2 ആണ് വരിക. -2 ഇവിടെ എന്ത് വരും, -8 എന്ന് വരും. ഇവിടെ എന്താ വരിക, 12 വരും. ഓക്കെ, ഈക്വൽ ടു എന്താണ് 12 ആണ്. ഇവിടെ -8 12. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത് നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിന്റെ എന്താണ്, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ അതിന്റെ റാങ്ക് എന്തായിരിക്കും, അതിന്റെ ഓർഡർ എന്താണോ അതാണ് എന്ത് ചെയ്യുക, റാങ്ക്. ഇനി നമ്മളൊരു സ്ക്വയർ അല്ല റെക്ടാങ്കുലർ മെട്രിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹയസ്റ്റ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് എടുക്കും. അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് വരും, അതിന്റെ റാങ്ക് ആ ഡിറ്റർമിനന്റ് ആ മെട്രിക്സിന്റെ ഓർഡർ ആണ് വരിക. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു. അപ്പൊ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, ബിയുടെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ എന്ത് വരും, 2 ഇൻറ്റു ഈ റോയും ഈ കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് വരും, 2 മൈനസ് 4 മൈനസ്, എല്ലാവർക്കും അറിയുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, -3 ഇൻറ്റു, നമുക്ക് ആ കൺസെപ്റ്റ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ 6 മൈനസ് ഇത് വരും, 6 പ്ലസ് 2 വരും, പ്ലസ് 4 ഇൻറ്റു ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ 6 മൈനസ് എന്തായി +1. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -2 ആണ് വരിക. അപ്പൊ -4 വരും. ഇവിടെ എന്താ വരിക, 8 ആണ്, 24 വരും. ഇവിടെ എന്ത് വരും, +7 ആണ്, 28 വരും. ആൻസർ എന്താണ്, 0 ആണ്. അപ്പൊ 0 ആയി കഴിഞ്ഞാൽ ഈ ഇതിന്റെ റാങ്ക് എന്താവില്ല, 3 ആവില്ല. കാരണം ഒരു മെട്രിക്സിന്റെ സ്ക്വയർ മെട്രിക്സ് പറഞ്ഞാൽ അതിന്റെ റാങ്ക് മാക്സിമം വരിക എന്താ, അതിന്റെ ഓർഡർ ആണ് വരിക, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ നമ്പർ ആണ് വരിക. അപ്പൊ എന്താവില്ല, ഇവിടെ 3 ഇതിന്റെ റാങ്ക് വരില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്, റോ ഓഫ് ബി എസ് എന്താണ് >3 വരാം, സ്ട്രിക്ട്ലി >3 വരാം, 3 ആവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് എന്ത് ചെയ്യുക, ഇതിന്റെ അകത്തുള്ള എന്താണ് n-1th റോ, ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/3 ആണ്. അപ്പൊ ഓർഡറിനേക്കാൾ 1 കുറവുള്ള എന്ത് ചെയ്യുക, മൈനർ എടുക്കുക. അതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുന്നുണ്ടെങ്കിൽ റാങ്ക് എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇത് തന്നെ എടുക്കാം. ഒരു മൈനർ എടുക്കുന്നു, മൈനർ ഓഫ് ഓർഡർ 2 ആണ്. ഓക്കെ, മൈനർ ഓഫ് ഓർഡർ 2 എടുത്തു കഴിഞ്ഞാൽ ഈ എലമെന്റിന്റെ മൈനർ എടുക്കുന്നു, ഈ എലമെന്റിന്റെ മൈനർ എടുക്കുന്നു, ഈ എലമെന്റ് എന്ത് വരും, ഇതാണ് 1 2 2 2 ആണ്. ഇത് കണ്ടുപിടിച്ചാൽ എന്ത് വരും, 2 - 4 ഈക്വൽ ടു -2 ആണ്, നോട്ട് ഈക്വൽ ടു. ഇതിന്റെ റാങ്ക് എന്താണ്, റോ ഓഫ് ബി ഈക്വൽ ടു എന്ത് വരും, 2.
ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന എല്ലാ 2x2 ഓർഡർ സബ് മെട്രിക്സും റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് റാങ്ക്. ഇനി ഒരു കൺസെപ്റ്റ് ഉണ്ട്, നള്ളിറ്റി ഓഫ് എ മെട്രിക്സ്. നള്ളിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് നള്ളിറ്റി നമ്മളോട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നള്ളിറ്റി നമ്മൾ ചെയ്യേണ്ടത് n ഓർഡർ മൈനസ് റാങ്ക് ഓഫ് എ എന്നാണ് വരിക. അപ്പൊ ഈ മെട്രിക്സിന്റെ നള്ളിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0 ആയിരിക്കും. കാരണം എന്താ 3 മൈനസ് റാങ്ക് എന്താണ് 3 ആണ്. റോ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് 3 ആണ്. അപ്പൊ എന്ത് വരും ഇവിടെ 3 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും 0. ഇതിന്റെ നള്ളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നള്ളിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക n ആണ് ഡിനോട്ട് ചെയ്യുക. n ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മൈനസ് 2 ഈക്വൽ ടു എന്താണ് 1 ആണ്. ഓക്കെ, നള്ളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത് 1 ആണ്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ നള്ളിറ്റി എപ്പോഴും എന്തായിരിക്കും 0 ആണ്. റാങ്ക് എന്തായിരിക്കും അതിന്റെ ഓർഡർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് എക്സാമിന് പല ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്.